എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. രാത്രി സമയത്ത് കൈകളിൽ ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ട് ദൈവമാതാവ് എന്നെ സന്ദർശിച്ചു. എൻ്റെ ആത്മാവ് സന്തോഷപൂരിതമായി. ഞാൻ പറഞ്ഞു, മറിയമ്മേ, എൻ്റെ അമ്മേ, ഞാൻ എത്രമാത്രം സഹിക്കുന്നുവെന്ന് അങ്ങറിയുന്നുണ്ടോ? ദൈവമാതാവ് മറുപടിയായി പറഞ്ഞു, നീ എത്രമാത്രം സഹിക്കുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊത്ത് സഹിക്കുന്നു. എപ്പോഴും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. വാത്സല്യത്തോടെ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മാതാവ് അപ്രത്യക്ഷയായി. ഉടനെ തന്നെ വലിയൊരു ശക്തി, ഒരു പുതിയ ധൈര്യം എൻ്റെ ആത്മാവിൽ ഉത്ഭവിച്ചു. എന്നാൽ അതൊരു ദിവസത്തേക്ക് മാത്രമേ നിലനിന്നുള്ളൂ. നരകം എനിക്കെതിരായി ഗൂഢാലോചന നടത്തുന്നതായി തോന്നി. വിശുദ്ധവും ദൈവികവുമായ എല്ലാത്തിനോടും ഭയങ്കരമായ വെറുപ്പ് എന്നിലുളവായി. എൻ്റെ ശിഷ്ടജീവിതം മുഴുവൻ ഈ വിധത്തിലുള്ള ആത്മീയ പീഡനങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതി. ദിവ്യകാരുണ്യത്തിലെ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ മണവാള, അങ്ങയോടുള്ള ദാഹത്തെ പ്രതി എൻ്റെ ആത്മാവ് മരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഇത്ര ആത്മാർത്ഥമായി അങ്ങയെ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്ന് എങ്ങനെ അങ്ങേക്ക് മറിഞ്ഞിരിക്കാൻ കഴിയും? ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ. അവിടുത്തെ തിരുവിഷ്ടം എന്നിൽ നിറവേറട്ടെ. യാതൊരു പരാതിയും കൂടാതെ ഒരു പ്രാവിനെ പോലെ നിശബ്ദമായി ഞാൻ സഹിച്ചുകൊള്ളാം. ദുഃഖപൂർണമായ ഒരു പരാതിയും എൻ്റെ ഹൃദയത്തിൽ നിന്നുയരുവാൻ ഞാൻ അനുവദിക്കുകയില്ല. നോയിഷ്യറ്റിൻ്റെ അന്ത്യമായി. എൻ്റെ സഹനത്തിനൊരു കുറവുമുണ്ടായില്ല. ശാരീരിക അനാരോഗ്യം മൂലം എല്ലാ പഥ്യാഭ്യാസങ്ങളിൽ നിന്നും എനിക്ക് ഒഴിവ് ലഭിച്ചിരുന്നു. അതായത് പകരം ചെറിയ സുഹൃത്ത് ജപങ്ങൾ ചെല്ലേണ്ടിയിരുന്നു. ദുഃഖവെള്ളി, ഏപ്രിൽ 16, 1928. ഈശോയുടെ സ്നേഹജ്വാലയിൽ എൻ്റെ ഹൃദയം നിമഗ്നമാക്കപ്പെട്ടു. വൈകിട്ട് ആരാധനാ സമയത്താണ് ഇത് സംഭവിച്ചത്. പെട്ടെന്ന് ദൈവസാന്നിധ്യം എന്നെ ആവരണം ചെയ്തു. മറ്റെല്ലാം ഞാൻ മറന്നുപോയി. എനിക്ക് വേണ്ടി ഈശോ എത്രമാത്രം സഹിച്ചുവെന്ന് അവിടുന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. വളരെ കുറച്ചു സമയത്തേക്ക് മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാനുള്ള ദാഹം, വളരെ ശക്തമായ ഒരു അഭിവാജ്ഞ. ആദ്യ വ്രതവാഗ്ദാനം, ഏപ്രിൽ 30, 1928. എന്നോട് അടുപ്പമുണ്ടായിരുന്ന സിസ്റ്റേഴ്സിന് പോലും നിരൂപിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സ്നേഹ ചൈതന്യത്താൽ എന്നെ തന്നെ സ്വയം വ്യയം ചെയ്യാനുള്ള ഒരു ശക്തമായ ആഗ്രഹം എന്നിലുളവായി. എങ്കിലും വ്രതവാഗ്ദാനത്തിനു ശേഷവും ഏകദേശം അരവർഷത്തേക്ക് എൻ്റെ ആത്മാവ് അന്ധകാരവൃതമായിരുന്നു. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം എന്നിൽ നിറഞ്ഞു. അന്ധകാരം ഉരുകിപ്പോയി. എൻ്റെ ഉള്ളിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു, നീ എൻ്റെ സന്തോഷമാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദം. ആ നിമിഷം മുതൽ എൻ്റെ ഹൃദയത്തിൽ, അതെ, എൻ്റെ ഉള്ളിൽ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ദൈവിക പ്രകാശം എന്നിൽ കവിഞ്ഞൊഴുകുന്നതായി എനിക്ക് തോന്നി. അപ്പോൾ മുതൽ ഒരു കുഞ്ഞ് അതിൻ്റെ സ്നേഹപിതാവിനോടെന്ന പോലെ എൻ്റെ ആത്മാവും ദൈവവുമായി ഒരു ഗാഢബന്ധം സ്ഥാപിച്ചു. ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു, മദർ സുപ്പീരിയറിൻ്റെ മദർ റാഫേൽ ആയിരിക്കാം, അടുക്കൽ ചെന്ന് 7 ദിവസത്തേക്ക് രോമക്കുപ്പായമിടാനും രാത്രിയിൽ 1 പ്രാവശ്യം എഴുന്നേറ്റ് ചാപ്പലിൽ വരാനും അനുവാദം ചോദിക്കുക. ഞാൻ സമ്മതം നൽകി. പക്ഷെ സുപ്പീരിയറിൻ്റെ അടുക്കൽ പോകാൻ എനിക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. വൈകിട്ടായപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു, എത്ര നാൾ നീ ഇത് മാറ്റിവെക്കും? ഇനി മദർ സുപ്പീരിയറെ കാണുമ്പോൾ തന്നെ ഇത് പറയാൻ ഞാൻ തീരുമാനമെടുത്തു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പായി ഊണുമുറിയിലേക്ക് മദർ സുപ്പീരിയർ പോകുന്നത് ഞാൻ കണ്ടു. അടുക്കളയും ഊണുമുറിയും സിസ്റ്റർ അലോസിയായുടെ ചെറിയ മുറിയും അടുത്തടുത്തായിരുന്നതിനാൽ മദർ സുപ്പീരിയറിനോട് സിസ്റ്റർ അലോസിയായുടെ മുറിയിൽ വരാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഈശോനാഥൻ്റെ ആഗ്രഹം മദറിനോട് പറഞ്ഞു. അതിന് മദർ ഇപ്രകാരം പറഞ്ഞു, രോമക്കുപ്പായമിടാൻ നിനക്ക് ഞാൻ അനുവാദം തരികയില്ല, തീർത്തും തരില്ല. ഈശോനാഥൻ ഒരു അതിമാനുഷ്യൻ്റെ ശക്തി നിനക്ക് തരികയാണെങ്കിൽ പരിത്യാഗങ്ങൾ ഞാൻ അനുവദിക്കാം. മദറിൻ്റെ സമയം കളഞ്ഞതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ആ മുറിയുടെ പുറത്ത് കടന്നു. ആ സമയം തന്നെ ഈശോ അടുക്കള വാതിലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈ പരിത്യാഗങ്ങൾ ചെയ്യാൻ അങ്ങ് എന്നോട് കൽപ്പിക്കുന്നു, എന്നാൽ മദർ അവ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഈശോ പറഞ്ഞു, നീ സുപ്പീരിയറിനോട് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം അറിയാം. ഞാൻ നിന്നിൽ നിന്ന് പരിത്യാഗമല്ല ആവശ്യപ്പെടുന്നത്, അനുസരണമാണ്.
അനുസരണ വഴി നീ വലിയ മഹത്വം എനിക്ക് നൽകുന്നു. നിനക്ക് യോഗ്യതയും ലഭിക്കുന്നു. മഠാധിപന്മാരിൽ ഒരാൾ മദർ ജെയിൻ ആകാം. ഈശോനാഥനുമായുള്ള എൻ്റെ അടുപ്പത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ ഇതെല്ലാം എൻ്റെ മിഥ്യാധാരണയാണെന്നും സഹോദരിയെപ്പോലെ പാപിയായ ആത്മാക്കളോടല്ല, വിശുദ്ധരോട് മാത്രമേ ഈശോനാഥൻ ഇപ്രകാരം സഹവസിക്കുകയുള്ളൂ എന്നും എന്നോട് പറഞ്ഞു. ഇതിനുശേഷം എനിക്ക് ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയായി. ഈശോയുമായി എൻ്റെ രാവിലെയുള്ള സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ഈശോയെ, അങ്ങൊരു മിഥ്യയാണോ? ഈശോ എനിക്ക് മറുപടി നൽകി, എൻ്റെ സ്നേഹം ആരെയും വഞ്ചിക്കുന്നില്ല. ഒരിക്കൽ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി, ദൈവത്തിൻ്റെ സത്തയെപ്പറ്റി ഞാൻ ധ്യാനിക്കുകയായിരുന്നു. ദൈവം ആരാണെന്ന് അറിയാനും ആ അറിവിൽ ആഴപ്പെടാനും ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. പെട്ടെന്ന് എൻ്റെ ദേഹി മറ്റൊരു ലോകത്തേക്ക് എടുക്കപ്പെട്ടു. അപ്രാപ്യമായ ഒരു പ്രകാശം ഞാൻ കണ്ടു. ആ പ്രകാശത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രകാശത്തിൻ്റെ 3 സ്രോതസ്സുകൾ പ്രത്യക്ഷമായി. ആ പ്രകാശത്തിൽ നിന്ന് സ്വർഗത്തെയും ഭൂമിയെയും വലയം ചെയ്യുന്ന മിന്നലിൻ്റെ രൂപത്തിൽ വചനങ്ങൾ പുറപ്പെട്ടു. ഒന്നും മനസ്സിലാക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് ഞാൻ ദുഃഖിതയായി. പെട്ടെന്ന് അപ്രാപ്യമായ പ്രകാശത്തിൻ്റെ സാഗരത്തിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകൻ അതിവിവർണമായ സൗന്ദര്യത്തോടെ കടന്നുവന്നു. പ്രകാശിക്കുന്ന മുറിപ്പാടുകളോട് കൂടിയ അവിടുത്തേക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ശോഭയായിരുന്നു. ആ പ്രകാശത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ ശ്രവിച്ചു. ദൈവം തൻ്റെ സത്തയിൽ ആരാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മാലാഖമാർക്കോ മനുഷ്യനോ അത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഈശോ എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വിശേഷണങ്ങളെപ്പറ്റി ധ്യാനിച്ച് അവിടുത്തെ അറിയുക. ഒരു നിമിഷത്തിന് ശേഷം അവിടുന്ന് കൈകൊണ്ട് കുരിശടയാളം വരച്ച ശേഷം അപ്രത്യക്ഷനായി. ഒരിക്കൽ ഞങ്ങളുടെ ചാപ്പലിൽ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. ചാപ്പലിൻ്റെ മുമ്പിലും വഴിയിലും അവർ നിന്നിരുന്നു. അകത്ത് നിൽക്കാൻ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ഒരു തിരുനാളിനു വേണ്ടിയെന്ന പോലെ ചാപ്പൽ അലങ്കരിച്ചിരുന്നു. അൾത്താരയുടെ സമീപം ധാരാളം വൈദികർ നിന്നിരുന്നു. ഞങ്ങളുടെയും മറ്റു സഭാ സമൂഹങ്ങളിലെയും സിസ്റ്റേഴ്സ് അതിനടുത്തായി നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും അൾത്താരയിൽ ഇരിക്കാനുള്ള വ്യക്തിയെ കാത്തു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അൾത്താരയിൽ ഇരിക്കേണ്ട വ്യക്തി ഞാനാണെന്ന ഒരു ശബ്ദം കേട്ടു. ചാപ്പലിലേക്ക് പ്രവേശിക്കാൻ ഇടനാഴി വിട്ട് എന്നെ ക്ഷണിക്കുന്ന ശബ്ദത്തെ ഞാൻ പിന്തുടർന്നപ്പോൾ അവിടെ കൂടിയിരുന്നവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന മാലിന്യം, കല്ല്, മണ്ണ്, ചൂല് എൻ്റെ നേർക്കെറിയാൻ തുടങ്ങി. അതിനാൽ ഞാൻ മുമ്പോട്ട് പോകാൻ മടിച്ചു. പക്ഷേ ആ ശബ്ദം കൂടുതൽ നിഷ്കർഷയോടെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ഞാൻ ധൈര്യപൂർവ്വം നടന്നു. ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ സുപ്പീരിയേഴ്സും സിസ്റ്റേഴ്സും വിദ്യാർത്ഥികളും എൻ്റെ മാതാപിതാക്കൾ പോലും അവർക്ക് പറ്റുന്ന വിധത്തിൽ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനാൽ എനിക്കിഷ്ടമില്ലാതിരുന്നിട്ടു കൂടി ഞാൻ വേഗം അൾത്താരയിൽ എൻ്റെ സ്ഥലത്തിരുന്നു. ഞാൻ അവിടെ ഇരുന്ന ഉടനെ ഈ ജനം തന്നെ, വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ്, സുപ്പീരിയേഴ്സ്, എൻ്റെ മാതാപിതാക്കൾ തുടങ്ങി എല്ലാവരും കൃപകൾക്കായി എൻ്റെ നേരെ കൈകൾ ഉയർത്താൻ തുടങ്ങി. ഇപ്രകാരം അവർ എന്നോട് പ്രവർത്തിച്ചതിന് യാതൊരു വിരോധവും എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, എനിക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗം എന്നെ എത്തിച്ച അവരോട് എനിക്കൊരു പ്രത്യേക സ്നേഹം തോന്നുകയും ചെയ്തു. ആ സമയത്ത് തന്നെ എൻ്റെ ആത്മാവ് അവർണ്ണനീയമായ ആനന്ദത്താൽ നിറഞ്ഞു. ഞാൻ ഈ വാക്കുകൾ കേട്ടു: നിന്റെ ആഗ്രഹം പോലെ ചെയ്യുക. നീ ആഗ്രഹിക്കുന്നവർക്കും നീ ആഗ്രഹിക്കുന്ന സമയത്തും നിന്റെ ഇഷ്ടം പോലെ കൃപകൾ വിതരണം ചെയ്യുക. പെട്ടെന്ന് ആ ദർശനം അപ്രത്യക്ഷമായി. മറ്റൊരവസരത്തിൽ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: നിന്റെ സുപ്പീരിയറിൻ്റെ അടുക്കൽ ചെന്ന് 9 ദിവസത്തേക്ക് ദിവസവും 1 മണിക്കൂർ ആരാധിക്കാനുള്ള അനുവാദം ചോദിക്കുക. ഈ ആരാധനാ സമയത്ത് എൻ്റെ അമ്മയുമായി ചേർന്ന് പ്രാർത്ഥിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ മേരിയുമായി ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് കുരിശിൻ്റെ വഴി കൂടി നടത്താൻ ശ്രമിക്കുക. എനിക്ക് അനുവാദം ലഭിച്ചു. എന്നാൽ 1 മണിക്കൂർ സമയത്തേക്കല്ല, എൻ്റെ ചുമതലകൾ നിറവേറ്റിയ ശേഷം ലഭിക്കുന്ന സമയത്തേക്ക് മാത്രം.